ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് പോർക്ക് ഫ്രൈ ഉണ്ടാക്കിയാലോ? അടിപൊളിയായിരിക്കും അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 കിലോ അളവിലുള്ള പോർക്കാണിത്. ഇത് ടെസ്കോയിൽ നിന്ന് നമ്മളിങ്ങനെ ഫ്രോസൺ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 2 കിലോ മിച്ചമുണ്ട്. അതിന് 12 പൗണ്ടോളം ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വിലയുണ്ട്. അതായത് ഒരു 1200 രൂപ ആ ഒരളവിൽ. പിന്നെ ഇതുണ്ട്, ഇവിടെ ഇത് വാങ്ങുമ്പോൾ ഇങ്ങനെ കെട്ടിയിട്ടൊക്കെയാണ് കിട്ടുന്നത്. അതെന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ അതിലെന്തോ നമ്പരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു ഭാഗം ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ അവനെ നമുക്കൊന്ന് നന്നായിട്ട് കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ മീറ്റൊക്കെ കട്ട് ചെയ്യില്ലേ, അപ്പോൾ ആ ഒരു വലിപ്പത്തിൽ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇതിന് നല്ല നെയ്യുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ഓയിലൊന്നും ഇതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഈ നെയ്യ് നന്നായിട്ട് മെൽറ്റായി കഴിയുമ്പോൾ അതിന് ഒരു അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ കഴുകി വാരി വെച്ചേക്കുന്ന പോർക്കിനകത്തേക്ക് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഒരു സവോള, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നമ്മളതൊന്ന് വേവിക്കാൻ വെക്കുവാണ് പ്രഷർ കുക്കറിൽ ഒരു 2 വിസിൽ അളവിൽ. പിന്നെ നമ്മളിവിടെ വഴറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ പോലെ നമ്മൾ കടുക് പൊട്ടിച്ചിട്ട് ഇവിടെ ഇട്ട് വഴറ്റുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് കേട്ടോ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ആദ്യം നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതെനിക്ക് നല്ലൊരു മോട്ടിവേഷൻ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കട്ട് ചെയ്ത് ഉള്ളിയും പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും, നമ്മൾ സാധാരണ കറികൾക്കൊക്കെ എടുക്കുന്ന രീതിയിൽ തന്നെ ഇത് നമ്മൾ ഫ്രൈ ആക്കാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തിക്കായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചധികം സവോള എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് നമുക്ക് ആ പച്ചമണമൊക്കെ മാറി നല്ലപോലെ വഴറ്റിയെടുക്കണം. അപ്പോൾ അതേ ഞാൻ ഇപ്പോഴാട്ടോ കറിവേപ്പില ഇട്ട് കൊടുത്തത്. പക്ഷേ ഞാൻ കറിവേപ്പില ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഒന്നിച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതേ ഇതുപോലെ നന്നായിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഇതിൽ നമ്മൾ എണ്ണ അധികം ചേർത്തിട്ടില്ല. ഇത് അല്ലാതെ തന്നെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുവാണ്. കാരണം ഇനി എണ്ണയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പോർക്കിൻ്റെ നെയ്യും കൂടി ആകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഓയിലി ആയി പോവും. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, അത് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഇച്ചിരി സമയമെടുത്ത് നമ്മൾ നന്നായിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ നമ്മൾ പോർക്കൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള മീറ്റല്ലേ കിട്ടുന്നത്. ഇവിടെ നമ്മൾ ആദ്യം ഇവിടുത്തെ ലിഡിൽ എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ, അവിടെ നിന്നൊക്കെ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ടേസ്റ്റും തോന്നിയിട്ടില്ലായിരുന്നില്ല. പക്ഷേ ഇത് സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ അതിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് തേങ്ങാക്കൊത്താണ്. അപ്പോൾ തേങ്ങാക്കൊത്ത് കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ കുറച്ചേ ഇട്ടുള്ളൂ, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് പോരാന്ന് തോന്നിയിട്ട് കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അത്യാവശ്യം ഒരു നല്ല അളവിൽ തന്നെ തേങ്ങാക്കൊത്ത് ആഡ് ചെയ്യുമ്പോൾ അത് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ അത് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പം അതനുസരിച്ചിട്ട് തേങ്ങാക്കൊത്തും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. തികച്ചും ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇത് ഏകദേശം ഒന്നായി വരുമ്പോഴത്തേക്കും, ഏകദേശം എല്ലാം നന്നായി വഴണ്ട് വരുമ്പോൾ പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി. അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് നമ്മൾ കുരുമുളക് പൊടിയും പച്ചമുളകുമാണ് മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇച്ചിരി കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ. ഇതിന് എരിവില്ലല്ലോ, അപ്പോൾ നല്ല കളറ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലിപ്പൊടി ഒരു 3 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ മീറ്റ് മസാല ഏതാണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക, നമ്മളുടെ എരിവിനനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ. പിന്നെ ലാസ്റ്റ് ഇട്ട് കൊടുത്തേക്കുന്നത് നമ്മൾ മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ ഈ പൊടികളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുക്കറിലിരിക്കുന്ന വെന്ത പോർക്കുണ്ടല്ലോ അതിനകത്തു നിന്നുള്ള നെയ്യ് വേണമെങ്കിൽ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു 2 ടീസ്പൂൺ നെയ്യ് ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നുമായിരുന്നു കേട്ടോ. അപ്പോൾ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യണേ ഇപ്പോൾ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ ഇത് നന്നായിട്ട് നമ്മൾ വഴറ്റി ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന ആ ഒരു പരുവം വരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. തീ ശ്രദ്ധിക്കണം, തീ നന്നായി കുറച്ചിടണം, അല്ലെങ്കിൽ നമ്മുടെ ഇതെല്ലാം കൂടെ കരിഞ്ഞ് നമ്മുടെ കറി ഫ്ലോപ്പായി പോവും. അപ്പോൾ ഏറ്റവും സ്ലിമ്മിലിട്ടിട്ട് വേണം നമ്മൾ ഇതിങ്ങനെ ഈ ഒരു പരുവത്തിലാക്കിയെടുക്കാൻ. അപ്പോൾ ഇത് ഇവിടെ ഏകദേശം ആയിട്ടുണ്ട്. നമ്മുടെ മസാലയൊക്കെ നല്ല ഡ്രൈ ആയിട്ട് നല്ല സൂപ്പറായിട്ട് ഇരിപ്പുണ്ട്.
പിന്നെ നമ്മൾ അത് വേവിക്കാൻ വെച്ചപ്പം അധികം വെള്ളം ചേർത്തിട്ടില്ല. എന്നാലും അത് വെന്ത് വരുമ്പോൾ അതിൻ്റെ നെയ്യും അതിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളവും എല്ലാം കൂടെ കൂടിയിട്ട് കുറച്ച് ഒരു വെള്ളമുണ്ടാവും. അപ്പോൾ നമ്മളത് വെള്ളമില്ലാതെയാണ് എടുത്തേക്കുന്നത് ഇങ്ങോട്ട്. ഇത് കണ്ടോ, ഇപ്പം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന പോർക്ക് പീസുകളാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടിയും സവോളയും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ടാണ് അത് വേവിച്ചെടുത്തിരുന്നത്. പിന്നെ ഉപ്പ് നോക്കണം, ഉപ്പ് നോക്കിയിട്ട് വേണം നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പം ഞങ്ങളുടെ ഉപ്പൊക്കെ പാകത്തിനായിരുന്നു. എല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. പിന്നെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി അതിനകത്തെ ആ വെള്ളത്തിൻ്റെ അംശങ്ങളെല്ലാം ഒന്ന് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ കറി അവിടെ സെറ്റ്. അപ്പോൾ ഇത് നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം അല്ലേ. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം. കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കുവാണെങ്കിലും ഇത് നല്ല നെയ്യുടെ അംശങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ചപ്പാത്തിയുടെ കൂടെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിത് കഴിക്കുന്നത്. അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് നിങ്ങളുടെ സമയം. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഇത് മാത്രമല്ല, ഞാൻ ഷോർട്സും വ്ളോഗ്സും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് കാണാം ഉടനെ തന്നെ കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ബാക്കി വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ അതുവരേക്കും ബൈ.